വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പാറ്റേൺസ് എന്ത് ചെയ്യാൻ പോണ്, ഒറ്റ വീഡിയോയിലായിട്ട് ചെയ്യാൻ പോണ്. അപ്പോൾ അതിൽ എന്നിട്ട് സ്ക്വയർ പാറ്റേണിൻ്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് അതിൽ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ സ്ക്വയറിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാറ്റേൺസും അതുപോലെ തന്നെ ട്രയാങ്കിളൊക്കെ നമ്മൾ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാണ്. അതുപോലെ തന്നെ ആരോ പാറ്റേൺ ഉണ്ട്, പിന്നെ അതുകൂടാതെ ബട്ടർഫ്ലൈ ഉണ്ട്. ഇതൊക്കെ ഈ ഒരു സെയിം കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ സ്വിച്ച് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിനുവേണ്ടി സ്ക്വയർ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യാം, അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ആദ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മളെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു n എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുത്തിട്ട് അതിന് എന്ത് ചെയ്യാം, നമുക്ക് 10 എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫോർ ലൂപ്പ് വേണം, മെയിൻ ഫോർ ലൂപ്പ്. അതിൽ ഇൻറ്റ് ഐ അസൈൻ 0, സോറി 0യിൽ നിന്നല്ല, നമുക്ക് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേരിയബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ 0യിൽ നിന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ലെസ് ദാൻ എന്ന് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് n വരെ എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യിക്കാം. നെക്സ്റ്റ് എന്താ, അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ, ഒരു ഇന്നർ ഫോർ ലൂപ്പ് വേണം. കാരണം നമുക്ക് റോസിലും അതുപോലെ തന്നെ കോളത്തിലും ഒക്കെ പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റ് ജെ എന്ന് പറയുന്ന ലൂപ്പ് യൂസ് ചെയ്യാം. ജെ 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏത് വരെയാ, n വരെ തന്നെ കൊടുക്കാം നമുക്ക്. ഓക്കെ, ജെ പ്ലസ് പ്ലസ്. അപ്പോൾ ഇതിലൊന്നും ഇവിടെ ഒന്നും ചേഞ്ചസ് വരുത്തുന്നില്ല. ഇനി പ്രിൻ്റ് എഫിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യിക്കുന്നു, സ്പേസ് കൊടുക്കുക. എന്നിട്ട് ഈ ഇന്നർ ഫോർ ലൂപ്പിന് താഴെ ഒരു പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കാം, നമുക്ക് /n എന്ന് കൊടുക്കാം. എന്നിട്ട് ഒരു സെമി കോളനും കൂടി കൊടുത്തിട്ട് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വയർ പാറ്റേൺ പ്രിൻ്റ് ആയി. ഓക്കെ, ഇപ്പോൾ 10 ലൈനിൽ, അതായത് 10 റോസിലും 10 കോളത്തിലൊക്കെ ആയിട്ടുള്ള പാറ്റേൺ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി ഇതിൽ നിന്ന് ഹോളോനെ ആദ്യം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാം, ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, ഹോളോ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിന് പ്രിൻ്റ് ചെയ്യിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് ഓക്കെ, നമുക്ക് i ഈക്വൽ ടു 1 എന്ന് കൊടുക്കാം. i ഈക്വൽ ടു 1 അത് മാത്രമായിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്യിക്കാൻ പോവാണ്. i ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എവിടെ വരിക, ആദ്യത്തെ എന്ത് വരും, എല്ലാ കോളത്തിലും ആയിട്ട് എന്ത് പ്രിൻ്റ് ചെയ്യിക്കും, താഴോട്ട് പ്രിൻ്റ് ചെയ്യിക്കില്ല. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ ആ ഒരു ലൈന് കംപ്ലീറ്റ് എല്ലാ കോളത്തിലും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ താഴോട്ട് പ്രിൻ്റ് ചെയ്തില്ല. ഇനി നമുക്ക് എന്ത് വേണം, 10ാമത്തെ ലൈനിൽ പ്രിൻ്റ് ചെയ്യിക്കണം. കാരണം ഇതിനെ സ്ക്വയർ ആക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഏറ്റവും താഴെ പോയിട്ട് ഐൻ്റെ വാല്യൂ, ഐയിലാണ് നമ്മളിപ്പോൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത്, ഐൻ്റെ വാല്യൂ 10 ആകുന്ന ടൈമിൽ i ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഏറ്റവും അടിയിൽ 10ാമത്തെ ലൈനിൽ പ്രിൻ്റ് ചെയ്യിക്കും. കണ്ടോ, ഇപ്പോൾ താഴെ പ്രിൻ്റ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് എൻഡിങ് വരെ രണ്ട് സൈഡിലും പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഇന്നർ ഫോർ ലൂപ്പ് ജെ ലൂപ്പാണ്, അതിന് നമ്മൾ കംപ്ലീറ്റ് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അപ്പോൾ ആ ജെൻ്റെ എന്ത് ചെയ്യുക, ജെ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രിൻ്റ് ചെയ്യിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിങ്ങിൽ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും, ജെ ഈക്വൽ ടു 10 എന്ന് കൊടുക്കും. പക്ഷേ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കും. കാരണം ഇത് തൊട്ടടുത്തായിട്ടാണ് വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇത് നേരെ നെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ജെ ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഏറ്റവും എവിടെ എൻഡിങ്ങിലാണ് ഇത് വരേണ്ടത്, പക്ഷെ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ എന്ത് ചെയ്യിക്കുന്നില്ല, സ്പേസ് ഒന്നും പ്രിൻ്റ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് മൂവ് ആയിട്ട് വരാൻ കാരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രിൻ്റ് സ്റ്റാർ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഒരു എൽസ് കൊടുക്കാം. നമുക്ക് എൽസ് കൊടുത്തിട്ട് ഇവിടെ സെയിം ലൈനിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പ്രിൻ്റ് എഫിൽ എന്ത് കൊടുക്കാം, നമുക്ക് 2 സ്പേസ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് എൻഡിങ്ങിലായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇത്രയായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമ്മുടെ സ്ക്വയർ പാറ്റേൺ ആയി. ഇനി സ്ക്വയർ പാറ്റേണിൽ നിന്ന് നേരെ മാറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു ഇത് ത്രികോണത്തിലുള്ള പാറ്റേൺ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ 2 പാറ്റേൺ, ഫസ്റ്റ് ഈ 2 സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ വൈറ്റ് കളറിലുള്ളത് ആദ്യം നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ നോക്കാം. അപ്പോൾ വൈറ്റ് കളറിൽ പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുണ്ട്. അപ്പോൾ അത് ഏതാണ്, സ്റ്റാർട്ടിങ് ഫസ്റ്റ് കണ്ടോ, ജെ ഈക്വൽ ടു 1 എന്ന കേസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രിൻ്റ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ഒന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഓരോന്ന് സ്റ്റാർട്ടിങ് മുതൽ നോക്കാം. ജെ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്താ വരിക, താഴോട്ട് 10 ലൈന് പ്രിൻ്റ് ചെയ്യിക്കും, 10 കോളത്തിൽ. ഓക്കെ, സോറി 10 റോയിലായിട്ട് താഴോട്ട് പ്രിൻ്റ് ചെയ്യിക്കും. എന്നിട്ട്
ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ലൈന് പ്രിൻ്റ് ചെയ്യിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, ഓറിട്ടിട്ട് അതെന്താണ്, അത് ഐ ആണ്. ഓക്കെ, ആ ഒരു കോളങ്ങളിലായിട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്നത് ഐ ആണ്. അപ്പോൾ ഐൻ്റെ വാല്യൂ ഈക്വൽ ടു 10 ആകുമ്പോഴാണ് അത് അടിയിൽ വന്നിരുന്നത്. ഓക്കെ, അതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, അതും കറക്റ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി ഇതിന് ത്രികോണത്തിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതിന് ക്രോസ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ ചെയ്യാം, ഇപ്പോൾ ഐൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ ഫസ്റ്റത്തെ കോളത്തിൽ, ഇനി 2 ഐൻ്റെ വാല്യൂ 2 ആകുന്ന ടൈമിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ടാമത്തെ കോളത്തിൽ വരും, പിന്നെ മൂന്നാമത്തെ 4, അങ്ങനെ എന്ത് ചെയ്യണം, ഐൻ്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രികോണത്തിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം, ജെയും ഐയും ഈക്വൽ ആകുന്ന ടൈമിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ജെ ഈക്വൽ ടു ഐ, കാരണം ജെൻ്റെ വാല്യൂ 1 ആണെങ്കിൽ ഐയും 1, അപ്പോൾ ഫസ്റ്റത്തെ കോളത്തിൽ ഒറ്റ പ്രാവശ്യം പ്രിൻ്റ് ചെയ്യിക്കുള്ളൂ. പിന്നെ ജെൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഐൻ്റെ വാല്യൂ 2, ജെൻ്റെ വാല്യൂ 3 ആകുമ്പോൾ ഐൻ്റെ വാല്യൂ 3, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ത്രികോണത്തിൽ വൈറ്റ്, കണ്ടോ വൈറ്റ് കളറിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു യെല്ലോ കളറിൽ കാണുന്നത് ഇതെങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിന് ടോപ്പിലുള്ള എന്തുണ്ട്, എല്ലാ കോളങ്ങളിലും പ്രിൻ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇഫ് കണ്ടീഷൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഐൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫസ്റ്റ് ലൈന് വരുന്നുണ്ട്. കണ്ടോ, ഇതായി. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഇതാണ് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലൈന് പ്രിൻ്റായി. ഇനി ഏറ്റവും അവസാനത്തിൽ എൻഡിങ്ങിലുള്ളത് അതിന് നമുക്കറിയാം ജെ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഓർ കണ്ടീഷൻ ഇട്ടിട്ട് ജെൻ്റെ വാല്യൂ 10 ആകുന്ന ടൈമിലല്ലേ, ജെ ഈക്വൽ ടു 10 എന്ന് കൊടുക്കാം, എന്നിട്ട് റൺ ചെയ്യാം. ഇപ്പോൾ ഏറ്റവും എൻഡിങ്ങിൽ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ക്രോസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ എങ്ങനെ കൊടുക്കുക, നമ്മൾ നേരത്തെ കൊടുത്ത അതേ സെയിം തന്നെ കൺസെപ്റ്റ് തന്നെ കൊടുത്താൽ മതി. ജെ ഈക്വൽ ടു ഐ ആകുമ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വരാം. കാരണം ഐൻ്റെയും ജെൻ്റെയും വാല്യൂ നമ്മൾ നേരത്തെ അതേ കൊടുത്ത അതേ സെയിം ലൈൻ തന്നെയാണ് ഇവിടെയും പ്രിൻ്റ് ആകുന്നത്. കണ്ടോ, ഈ വൈറ്റിൻ്റെ അതേ ലൈൻ തന്നെയാണ് അവിടെയും പ്രിൻ്റ് ആകുന്നത്. അപ്പോൾ അത് തന്നെ കൊടുക്കാം നമുക്ക്. ജെ ഈക്വൽ ടു ഐ, കണ്ടോ, ഇപ്പോൾ അതും ആ ഒരു പാറ്റേണും നമ്മളിവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാ നെക്സ്റ്റ് ചെയ്യാം, ഇനി നെക്സ്റ്റ് ചെയ്യാൻ ഈ റോസ് കളറിലുള്ള പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഫസ്റ്റത്തെ ലൈന് വേണം. ഓക്കെ, അപ്പോൾ അത് റിമൂവ് ചെയ്യണ്ട. ഓക്കെ, ഐ ഈക്വൽ ടു 1 അത് നമുക്ക് ആവശ്യമുണ്ട്. ഐ ഈക്വൽ ടു 1 കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആദ്യത്തെ ലൈൻ കിട്ടും. ഇനി എന്ത് വേണം, ഓക്കെ, ജെ ഈക്വൽ ടു 1 താഴോട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ജെ ലൂപ്പ്. അപ്പോൾ ജെൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാം ജെ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കണം. ഇപ്പോൾ ക്രോസ് ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്ന ടൈമിൽ ഓക്കെ സോറി ഇവിടെ ഓർ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഇടുന്നത് എന്തിനാ മനസ്സിലായില്ലേ, ഇതല്ലെങ്കിൽ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ അടുത്ത വാല്യൂ അതിലൊക്കെ എന്ത് ചെയ്യണം, പ്രിൻ്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനെ ഇനി ത്രികോണത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ലാസ്റ്റത്തെ വാല്യൂ ഉണ്ടോ, ഇപ്പോൾ ഇത് 10ലാണ് നിൽക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അടുത്ത കോളത്തിലെത്തുമ്പോൾ ഇതിൽ വരണം 9 വരണം, പിന്നെ 8 7 അങ്ങനെ കുറഞ്ഞു വരണം. അപ്പോൾ അത് ഏതിൻ്റെയാ, ജെൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, കുറഞ്ഞു വരേണ്ടത്. ഓക്കെ, അപ്പോൾ ജെ ഈക്വൽ ടു, കാരണം ജെ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓരോ കോളത്തിലും പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ജെ ഈക്വൽ ടു നമുക്ക് എൻ എന്ന് പറയുന്നൊരു വാല്യൂ ഇതിൽ 10 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻ വേണമെങ്കിൽ അവിടെ കൊടുക്കാം. എൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 10, ജെ ഈക്വൽ ടു 10 ആകുമ്പോൾ കണ്ടോ ഏറ്റവും അവസാനത്തെ കോളത്തിൽ മാത്രമായിട്ട് പ്രിൻ്റ് ചെയ്യിക്കാം. പക്ഷെ നമുക്ക് ഇത് ഈ ഒരു ലൈന് കിട്ടിയാൽ മതി. പക്ഷേ ഇതിനെ ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ പിന്നെ ഇങ്ങനെ മൈനസ് ചെയ്ത് വരണം. അപ്പോൾ എന്നിൽ നിന്ന് എന്ത് കുറക്കാം, നമുക്ക് എന്നിൽ നിന്ന് കുറഞ്ഞു വരുന്ന വാല്യൂ ഏതാ നമ്മുടെ കയ്യിലുള്ളത്, ഐ ഉണ്ട്. ഓക്കെ, അപ്പോൾ n മൈനസ് ഐ ചെയ്ത് കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ 1 2 3 അങ്ങനെ മൈനസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്, ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് മുന്നിലോട്ട് ലാസ്റ്റത്തെ കറക്റ്റ് രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഒരു പൊസിഷൻ മുന്നിലോട്ട് മാറ്റി കൊടുക്കാനല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു +1 ഇട്ട് കൊടുത്താൽ മതി.
കാരണം അടുത്ത കോളത്തിൽ അങ്ങനെ പ്രിൻറ്റ് ചെയ്താൽ മതി. ഇനി റൺ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് ആയിരിക്കും. കേട്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് പ്രിൻ്റ് ആയില്ലേ. അപ്പോൾ അതിൻ്റെ ഐൻ്റെയും n-i+1 ഇതിൻ്റെ വാല്യൂ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ 10 വരുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ട് 5 വരുന്ന ഒരു ജസ്റ്റ് റോയും കോളോ ഒക്കെ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിൽ വരക്കുക. എന്നിട്ട് അതിൻ്റെ ഐൻ്റെയും ജെ ലൂപ്പിൻ്റെയും വാല്യൂ എന്ത് ചെയ്താൽ മതി, ആ സ്റ്റാറിൻ്റെ മുകളിൽ എഴുതിയിട്ട് അതുപോലെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നമ്മൾ കൊടുക്കുന്ന j = n-i+1 എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് ഓരോന്നിലും മൈനസായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടേബിളൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടി ടേബിളും കൂടി ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്ത് ആയിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് ഏതാ വേണ്ടത്, ഇനി നെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്, ഇനി നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന ജെ കണ്ടോ, നമുക്കറിയാം ജെൻ്റെ വാല്യൂ എൻഡിങ്ങിലാകുന്ന ടൈമിൽ നമുക്ക് വേണം, നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതൊന്ന് റിമൂവ് ചെയ്യാം. j = 10 ആകുന്ന ടൈമിൽ വേണം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ലൈനിൽ കിട്ടും. ഇനി നമുക്ക് എവിടെയാണ് വേണ്ടത്, ഇനി ഈ ഒരു പാറ്റേണിൽ ഐൻ്റെ വാല്യൂ 10 ആകുമ്പോൾ ഏറ്റവും അടിയിൽ വേണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് i = 1 ആകുന്ന i = 10. ഓക്കെ, i = 10 ആകുമ്പോൾ വേണം. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യാൻ നമുക്ക് നേരത്തെ കൊടുത്ത സെയിം ഇക്വേഷൻ തന്നെ ഇവിടെയും കൊടുത്താൽ മതി. നമ്മളെന്താ കൊടുത്ത്, ജെൻ്റെ വാല്യൂ = n-i കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്ന് കുറച്ച് വിയേർഡായിട്ടായിരിക്കും കിട്ടുക. +1 കൂടി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും, നേരത്തെ നമ്മൾ കൊടുത്ത പോലെ. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിലുള്ള പാറ്റേണും കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഏതാ വേണ്ടത്, ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആരോ പാറ്റേൺ ഉണ്ടല്ലോ അതിനെ പ്രിൻ്റ് ചെയ്യിക്കണമെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്തുള്ള ഇക്വേഷന് എന്ത് ചെയ്യുക, ഒന്ന് റിമൂവ് ചെയ്യുക. അതിൽ ആരോ പാറ്റേണിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ ജസ്റ്റ്. ഓക്കെ, സോറി, ഇവിടെ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ ഐൻ്റെ വാല്യൂ 1 ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് അസ്യൂം ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ഇത് പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഐൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിലുണ്ട്, അതുപോലെ തന്നെ താഴോട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ. ഓക്കെ, ജസ്റ്റ് ആരോയിലോട്ട് മാറ്റാം. ഓക്കെ, അതിൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിലുണ്ട്, അതുപോലെ തന്നെ താഴോട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്, ജെൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ. പിന്നെ നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാ യൂസ് ചെയ്തിരുന്നത്, ഇങ്ങോട്ട് ഐൻ്റെ വാല്യൂ ജെൻ്റെ വാല്യൂ ഈക്വൽ ആകുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ i = 1, അതുപോലെ തന്നെ j = 1, പിന്നെ എന്താ വരുന്നത്, j = i. ഓക്കെ, ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ ഒരു ഈക്വൽ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ആരോ പാറ്റേൺ പ്രിൻ്റ് ആയില്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ, അത് അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിൻ്റെ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സ്ക്വയറിൻ്റെ ബാക്കിയുള്ള പാറ്റേൺസിലോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ ഇതിൽ കാണിക്കാത്തൊരു പാറ്റേൺ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ചെയ്യാം. ഇപ്പം 2 രീതിയിൽ ക്രോസ് ചെയ്യുക, അതായത് ലെഫ്റ്റും റൈറ്റും 2 സൈഡിലും. j = i എന്ന് പറയുമ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് കിട്ടുക, നമുക്ക് ക്രോസ് ആയിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ മറ്റേ രീതിയിൽ നേരെ ഓപ്പോസിറ്റ് രീതിയിൽ ക്രോസ് ചെയ്യുക. ഇതിനെ ക്രോസ് ആയിട്ട് വരുന്നത് നമ്മൾ ചെയ്തില്ലേ, j = jൻ്റെ വാല്യൂ തന്നെ എന്ത് ചെയ്യുക, n-i+1. ഇത് നമ്മൾ ഐൻ്റെ വാല്യൂ 1ൽ നിന്ന് തുടങ്ങുന്നതുകൊണ്ടാട്ടോ i+1 എന്ന് കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ക്രോസ് ആയിട്ട് കിട്ടും. കണ്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു രീതിയിൽ ഇതിന് ക്രോസായി വന്ന്. ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി നോക്കാം. ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തേ, നമുക്ക് നേരത്തെ ചെയ്തതുപോലെ സ്ക്വയർ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഐൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ വേണം, അതുപോലെ തന്നെ ഐൻ്റെ വാല്യൂ 10 ആകുന്ന ടൈമിൽ വേണം. പിന്നെ ജെൻ്റെ വാല്യൂ അതുപോലെ തന്നെ 1 ആകുന്ന ടൈമിൽ വേണം. പിന്നെ ജെൻ്റെ വാല്യൂ 10 ആകുന്ന ടൈമിൽ വേണം, j = 10. ഇപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്യും, ആ ഒരു സ്ക്വയറായി. ഇനി ഈ സ്ക്വയറിൽ എന്ത് ചെയ്യണം, നമുക്ക് ക്രോസ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് തന്നെ നമുക്കറിയാം, എന്ത് കൊടുത്താൽ മതി, j = n-i+1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ഇട്ടിട്ട് കണ്ടീഷൻ കൊടുത്താൽ മതി. j = n-i+1.
ഇതൊരു സിമ്പിളായിട്ടുള്ള വേ കണ്ടോ കണ്ടോ, ഇതിൽ നേരെ ക്രോസ് ആയിട്ട് വന്നില്ലേ, ഫസ്റ്റത്തെ പാറ്റേൺ കിട്ടി. ഇനി നെക്സ്റ്റ് വണ്ണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ ഓഫ് കോഡ് ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അതിന് നമ്മളെന്താ യൂസ് ചെയ്തിരുന്നത്, ജെൻ്റെ വാല്യൂ ഐൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആവുന്ന ടൈമിൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ത്രികോണത്തിൻ്റെ പാറ്റേൺ നിന്നാണ് എടുക്കുന്നത് കണ്ടോ. ഇപ്പോൾ ഇത് കിട്ടിയില്ലേ, ഈ ഒരു പാറ്റേണുമായി. ഇനി ഇത് രണ്ടും കൂടി ഒന്നിച്ച് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക, അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ചെയ്തതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ജെ ഈക്വൽ ടു n-i+1. ഓക്കെ, റൺ ചെയ്യാം. കണ്ടോ അതിനെ ക്രോസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 2 ലൈന് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്താണെന്നറിയോ, ഇതിൻ്റെ സൈസ് ഇതിൽ കൂടുതലാണ്, 10 അല്ലേ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇത് 11 ഒക്കെ ആണെങ്കിൽ ഓക്കെ ആവും. കാരണം ഇത് കണ്ടോ 11 ആണെങ്കിൽ ഓക്കെ ആണ്. ബട്ട് ഇതിൻ്റെ സൈസ് നമുക്കിത് 5 ഒക്കെ കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഓക്കെ ആയിരിക്കും. അതെന്താ അറിയോ, 2 സൈഡിലും 5ഉം 10ഉം 10 വരുന്ന കാരണമാണ് അങ്ങനെ വരുന്നത്. നമുക്ക് 5 കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാല്യൂസ് കണ്ടോ, ചെറിയ പാറ്റേൺ ആണ്, ബട്ട് ഇതായിട്ടുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഒറ്റ സംഖ്യയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, 10 കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ ഇതുപോലെ എന്തെങ്കിലും അതിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ നിങ്ങൾ വാല്യൂസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കിയിട്ടൊക്കെ കൊടുത്തു നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടണം. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 5 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആയിരിക്കും ഈ സ്ക്വയർ പാറ്റേണിന് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് കറക്റ്റ് സെൻറ്ററത്തെ പൊസിഷൻ വരാൻ. ഇതിൽ കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെയും ടോപ്പിൽ, അതായത് ക്രോസ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ടോപ്പിലുള്ള ലൈന് മാത്രമുള്ള ഒഴിവായിട്ട്. അപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടും. ഇനി ഇതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ലൈന് മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ അത് ഏതാണ് നമുക്കറിയാം, i=1 അതല്ലേ, ആ ഒരു ലൈൻ ഓഫ് കോഡ് ഇത് മാത്രം നമ്മൾ ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കിയാൽ മതി. ഇനി ഒന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ആ ടോപ്പിലുള്ള കിട്ടിയില്ലേ, ഇത് കിട്ടി. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരാൻ എന്ത് ചെയ്യണം, കണ്ടോ ഈ ഒരു ഓറഞ്ച് കളറിലുള്ള പാറ്റേൺ വരാൻ നമ്മൾ നേരത്തെ കളഞ്ഞ ലൈന് നമുക്ക് ആവശ്യമുണ്ട്. ഇതിൽ i=1 വേണം. പക്ഷേ നമ്മൾ ഏറ്റവും അവസാനത്തെ ഇതാണ് കളയേണ്ടത്. ഐൻ്റെ വാല്യൂ തന്നെ 10 ആകുന്ന ടൈമിൽ. അതെവിടെയാണ് നോക്കുക, ഇതിൽ അതിൻ്റെ വാല്യൂ 5. ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ 5 ആണ്. ഓക്കെ, ആ ഒരു ലൈൻ ഓഫ് കോഡ് ഒഴിവാക്കാം, എന്നിട്ട് റൺ ചെയ്യാം. കണ്ടോ, ഇപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള താഴോട്ട് പ്രിൻ്റ് ചെയ്യിക്കുന്നത് കിട്ടി. ഇനി നമുക്ക് ഇതിൽ പ്രിൻ്റ് ചെയ്യിക്കാനുള്ള ഈ ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഏറ്റവും ടോപ്പിലുള്ളതും കൂടി ഒഴിവാക്കിയാൽ മതി. ജെ അല്ല, ഐൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിലുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഒരു കേർലി ബ്രാക്കറ്റ് മിസ്സിങ് ആയിട്ട്, ഒരു ബ്രാക്കറ്റ് മിസ്സിങ്. ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബട്ടർഫ്ലൈൻ്റെ ആ ഒരു ക്രോസിങ് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഓരോ ചെറിയ ചെറിയ കൺസെപ്റ്റ് നമ്മൾ വാല്യൂസ് മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് പാറ്റേൺസ് പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക, വാല്യൂസ് എന്ത് ചെയ്യുക, എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ എത്ര ചേഞ്ചസ് ഉണ്ട്, ഓരോ ഇതും തമ്മിൽ, വാല്യൂസ് തമ്മിൽ എത്ര ചേഞ്ചസ് ഉണ്ട് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പാറ്റേൺ, ഇതുപോലെ ഏത് ടൈപ്പ് ഓഫ് പാറ്റേൺ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ജസ്റ്റ് ചെറിയ ലോജിക്ക് ചേഞ്ചസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലുള്ള പാറ്റേണും പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പം അത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഹോളോ പാറ്റേണോ അല്ലെങ്കിൽ ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പാറ്റേൺസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ എന്ത് ചെയ്യാം, സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇഫ് കണ്ടീഷനകത്ത് ഓർ എന്ന് കൊടുത്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. പക്ഷേ നമ്മൾ പല കോഡിലും എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇഫ് കണ്ടീഷനൊക്കെ വെച്ചിട്ട് അതിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പുതിയ വേരിയബിൾസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റ് ആയ രീതിയിലൊക്കെ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള കോഡൊക്കെ ഉണ്ട് നമ്മളതിൽ. അപ്പോൾ അതൊക്കെ കാണാത്തവർ ആ ഒരു കോഡൊക്കെ മനസ്സിലാക്കും. ഒന്നുകൂടിയും DSA ലെവലിലുള്ള കോഡൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അറേൻ്റെ ഒക്കെ കൺസെപ്റ്റ് വരുമ്പോൾ അതൊക്കെ എന്തായിട്ട് മസ്റ്റായിട്ട് ഒക്കെ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇനിയിപ്പോൾ അറേൻ്റെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഏതൊക്കെ കൺസെപ്റ്റ് ലോജിക്കാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ എക്സ്പ്ലെയിൻ ആയിട്ട് ചെയ്തു തരാം.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.